ആപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് സബക്ക് 14 6ാം ക്ലാസ്സിലെ 14ാമത്തെ ലെസണാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ. ട്രിൻ 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 ഫോൺ കി ഗണ്ടി ബജ്നെ ലഗി. ട്രിൻ 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 ട്രിൻ, ആ ഫോൺ അടിക്കുന്ന ശബ്ദം അല്ലേ, ഫോണിൻ്റെ ബെല്ല് മുഴങ്ങാൻ തുടങ്ങി. നമ്മൾ ബജാന പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നോക്കൂ, ബജിനെ ലഗി, ഫോൺ ബെല്ല് റിങ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അടിക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അബ്ബാജാനെ ഫോൺ ഉഠായ, അച്ഛൻ ഫോൺ എടുത്തു. ഉൻകി ദോസ്ത് വാസുദേവ് കാ ഫോൺ താ. ആരുടെ ഫോണായിരുന്നു അത്? അച്ഛൻ്റെ കൂട്ടുകാരനായ വാസുദേവൻ്റെ ഫോണായിരുന്നു. ജിനെ ഹൂൻ കി സഹത്ത് ജരൂറത്തി. എന്തായിരുന്നു ആവശ്യം? ഫോണിൽ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ഹൂൻ അഥവാ ബ്ലഡിൻ്റെ വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ബ്ലഡ് വളരെ അത്യാവശ്യമായിരുന്നു എന്ന്. ബ്ലഡിൻ്റെ വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഹൂൻ ദേനെ കെ ലിയെ അബ്ബാജാൻ ജമീൽ കെ സാത്ത് അസ്പതാൽ പഹുഞ്ചെ. ബ്ലഡ് കൊടുക്കാനായിട്ട് അബ്ബാജാൻ ജമീലിൻ്റെ കൂടെ ആശുപത്രിയിലെത്തി. ഹൂൻ കാ അത്യാ കർനെ കെ ബാദ് അബ്ബാജാൻ അസ്പതാൽ സെ ബാഹറായി. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം, ബ്ലഡ് ദാനം ചെയ്തതിന് ശേഷം അച്ഛൻ എന്ത് ചെയ്തു? ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അബ്ബാജാൻ കോ ദേഖ് ജമീൽ പൂച്ച്നെ ലഗ. അച്ഛനെ കണ്ട് ജമീൽ ചോദിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ പാഠഭാഗം ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? മെഡിക്കൽ ക്യാമ്പ് അല്ലേ? അതിൽ എന്താ സംഭവിക്കുന്നത് മെഡിക്കൽ ക്യാമ്പിൽ? മെഡിക്കൽ ക്യാമ്പ് നിങ്ങളുടെ ഗ്രാമത്തും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ചില സമയങ്ങളിലൊക്കെ നേത്ര പരിശോധന ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഫ്രീ ആയിട്ട് കുറേ ഡോക്ടേഴ്സൊക്കെ വന്ന് അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആശുപത്രികൾക്കൊക്കെ റെഫർ ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെയുള്ള സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും പലരും ഇതുപോലെയൊക്കെ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ പ്രഷർ, BP നോക്കുന്ന അങ്ങനെയുള്ള ക്യാമ്പ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സാധാരണയായിട്ട് നേത്ര പരിശോധന ക്യാമ്പ് ഉണ്ടാവാറുണ്ട്. പിന്നെ പല രോഗങ്ങളും നിർണ്ണയിക്കാനുള്ള ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മുടെ ജമീലിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായ വാസുദേവന് ബ്ലഡിൻ്റെ അത്യാവശ്യം ഉണ്ടാവുന്നു. അദ്ദേഹം ജമീലിൻ്റെ അച്ഛനെ വിളിക്കുന്നു. അച്ഛൻ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു അല്ലേ? ഇതുപോലെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പോയതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാവും അല്ലേ? കാരണം നമ്മളിൽ പലരും എന്ത് ചെയ്യാറുള്ളതാണ്? ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതാണ്. കാരണം അതൊരു സാമൂഹിക നന്മയാണ് അല്ലേ? നമ്മൾ കാരണം മറ്റൊരാൾക്ക് ജീവൻ കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ബ്ലഡ് ഡൊണേഷനൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാവാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, നമ്മുടെ ജമീലിൻ്റെ അച്ഛൻ കിടന്നു കൊടുക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ബ്ലഡ് എടുക്കുന്നുണ്ട്. കണ്ടോ? അവിടെ ഈ ഒരു സെഞ്ചിയിലേക്കാണ് ഈ ബ്ലഡ് എടുക്കുന്നത്. ഈ ഒരു കവറിലേക്ക്, പാക്കറ്റിലേക്ക് ബ്ലഡ് എടുക്കുന്നുണ്ട്. ഇനി ഇതെന്ത് ചെയ്യും? ആർക്കാണോ ആവശ്യം അവർക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് കയറ്റി കൊടുക്കും അല്ലേ? അവർക്ക് കയറ്റാറുണ്ട്, അവരുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്ന് വെച്ചാൽ പല ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഇപ്പോൾ എ പോസിറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് ഉണ്ട്, O ഉണ്ട് അല്ലേ? O നെഗറ്റീവ് ഉണ്ട്, AB പോസിറ്റീവ് ഉണ്ട്, AB നെഗറ്റീവ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കൊക്കെ A പോസിറ്റീവുകാർക്ക് ഈ B പോസിറ്റീവുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. A പോസിറ്റീവുകാരെപ്പോഴും A പോസിറ്റീവിന് കൊടുക്കും. അതല്ലാതെ Bക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഈ O പോസിറ്റീവുകാർക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഏത് ഗ്രൂപ്പിന് വേണമെന്നുണ്ടെങ്കിലും O പോസിറ്റീവ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക. നമുക്കും എപ്പോഴാണ് ഇങ്ങനെയൊക്കെ അത്യാവശ്യം വരികയെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും നോക്കൂ, ബാക്കി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ജമീൽ അച്ഛനോട് ചോദിക്കുകയാണ്, ജമീൽ അബ്ബാജാൻ ക്യാ
ആപ്പിനെ ഹൂൻ ദേ ദിയാ? എന്താ ചോദിച്ചത്? അച്ഛാ, നിങ്ങൾ ബ്ലഡ് കൊടുത്തോ, അല്ലെങ്കിൽ താങ്കൾ ബ്ലഡ് കൊടുത്തോ? അപ്പം അബ്ബാജാൻ പറഞ്ഞു, ഹാ ബേട്ടേ, അതേ മോനെ. ഇപ്പം ജമീൽ പറയാണ്, അബ്ബാജാൻ ആപ്പിനെ ഹൂൻ കാ അത്തിയ ക്യോം കിയ? എന്താ പറഞ്ഞത്? അച്ഛാ, നിങ്ങൾ എന്തിനാണ് ബ്ലഡ് ഡൊണേഷൻ ചെയ്തത്? അപ്പം അബ്ബാജാൻ പറയാണ്, ബേട്ടേ, दूसरों की जान बचाने के लिए खून का अतिया करना एक नेक काम है. എന്താ പറയുന്നത്? മോനെ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ബ്ലഡ് ദാനം നൽകുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്, ഒരു സൽപ്രവൃത്തിയാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് അല്ലേ? ചിലവർക്കൊക്കെ പേടി ഉണ്ടാവും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് കുറഞ്ഞു പോകുമോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മാത്രമാണ് ബ്ലഡ് ഡൊണേഷനിലൂടെ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു പോവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നമ്മളവിടെ ഒന്ന് റെസ്റ്റ് എടുക്കും, ഒന്ന് തലകറക്കമൊന്നും ഇല്ലാതിരിക്കാനായിട്ട്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. ഇനി അടുത്ത് നോക്കൂ, ജമീൽ വീണ്ടും ചോദിക്കുകയാണ്, അബ്ബാജാൻ ക്യാ മേ ബി ഹൂൻ ദേ സക്താ ഹും? എന്താ പറയുന്നത്? അച്ഛാ, എനിക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ? അപ്പം അബ്ബാജാൻ പറയണേ, നെഹി ബേട്ടാ, ഇല്ല മോനെ, അബി തും ബഹത്ത് ചോട്ടേ ഹോ. ഇപ്പം നീ വളരെ ചെറുതാണ്, നിങ്ങളെപ്പോലെയൊക്കെ 6ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ജമീൽ പറയാണ്, ക്യാ സിർഫ് മുർദഹി ഹൂൻ ദേ സക്തേ ഹേ? എന്താ പറയുന്നത്? വെറും പുരുഷന്മാർക്ക് മാത്രമാണോ ബ്ലഡ് കൊടുക്കാൻ പറ്റുക? അപ്പോൾ അബ്ബാജാൻ പറയാണ്, നിഹി ബേട്ടെ, അല്ല മോനെ, ഔറത്തേം ബി ദേ സക്തേ ഹേ. അല്ലേ? എന്താ പറഞ്ഞത്? ഔറത്തേം, സ്ത്രീകൾക്കും കൊടുക്കാൻ കഴിയും. അപ്പോൾ ജമീൽ പറയുന്നു, അബ്ബാജാൻ മേ ബി ബഡാ ഹോക്കർ ഹൂൻ കാ അത്തിയാ കരൂങ്ക. എന്താ പറയുന്നത്? അച്ഛാ, ഞാനും വലുതായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അച്ഛൻ പറയുന്നു, ഷബാഷ് ബേട്ട, അല്ലേ? ഷബാഷ് മോനെ. ഈ പാഠഭാഗത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ആശയം ഇതാണ്, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണം. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടികളായി നമുക്ക് പറ്റില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത്, ഏകദേശം നമുക്ക് പ്രായപൂർത്തിയൊക്കെ ആയിട്ട് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വലുതാകുമ്പോൾ ജമീലിനെ പോലെ ബ്ലഡൊക്കെ കൊടുക്കുന്ന നല്ലൊരു പൗരനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പാഠം നിർത്തുകയാണ്. ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഹുദാ ഹാഫിസ്.